ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഡൽഹിയിലുള്ളത് ലെനിൻ്റെ റൂമിലുള്ളൂ. ലെനിന് ക്ലാസ്സിന് പോയിട്ട് ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ കൊറിയർ ചെയ്താണ്. നിഷാദും ബംഗാളിനൊക്കെ അവിടെ കൂടി പാക്ക് ചെയ്ത് വിട്ട സാധനം. നമ്മൾ പോകുന്നപ്പോൾ അവിടെ വമ്പം പാക്കിങ് നടക്കാന്. 2 ടയർ ഉണ്ട് വണ്ടിന്റെ, ഫ്രണ്ട് ടയർ ബാക്ക് ടയർ. ഇതിനുള്ളിൽ ഫുള്ള് സാധനം, ഗ്യാസ് കുറ്റിയായിട്ടും മറ്റേ സാധനം ഒക്കെ കൊണ്ടുപോയി. വണ്ടി കൊള്ളാത്ത സാധനമൊക്കെ നമ്മൾ ഇതിൽ കയറ്റി കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ എത്തിയത്, നമ്മൾ കറക്റ്റ് ടൈമാണ് ശരിക്കും പറയാൻ ഡൽഹിയിൽ എത്തിയത്. ഡൽഹിയിൽ നമ്മളെത്തലും ഇതെത്തലും ഒപ്പാണ്. അപ്പോൾ ഇവിടെ ലെനിന്റെ റൂമിൽ കഴിഞ്ഞ് സാധനം നമ്മൾ കൊറിയർ ചെയ്ത് നമ്മൾ പൊട്ടിച്ചു നോക്കാം. ഇത് മൊസ്റ്റാണ്. നമ്മൾ കൊറേ തിരുമ്പാണ്ട് അവിടെ. ഇത് മിസ് ചെയ്തില്ല കാശ്. ഇത് നമ്മള് ഹൈദരാബാദിൽ ഇപ്പൊ കുറച്ച് തിന്ന് തീർത്തു പോയി. അപ്പൊ പിന്നെ മിസ് ചെയ്തു. പായസം ഉണ്ടാവൂലേ? രാവിലെ തിന്നിട്ടില്ല. അവിടെ സാധനങ്ങളൊന്നും ചെയ്യും. ഗ്യാസ് കുറ്റിയാണ്, ഒരു കൊട്ട ഗ്യാസ് കുറ്റി, പിന്നെ അവൻ്റെ ബൂട്ട്, പിന്നെ ഉള്ളത് എന്താ പറയുക അയല്, പിന്നെ ഹെൽമെറ്റ് ക്ലീനർ. ഇത്രയും സാധനങ്ങളായിട്ടില്ലേ. അപ്പോൾ ഇത്രയും സാധനം നമുക്കിവിടെ ആവശ്യമില്ല. കാരണം നമ്മൾ കുക്ക് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഗ്യാസൊക്കെ ഇങ്ങോട്ട് കൊടുത്ത് വെച്ച്. പിന്നെ ഇത് ലഡാക്കിക്ക് അയക്കാം. നമുക്കിത് അതേമാതിരി ഹെൽമെറ്റ് ക്ലീനർ അങ്ങനെ 2-3 സാധനം മതി. ബാക്കിയൊന്നും ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. ടയർ നമ്മൾ ഇന്ന് മാറ്റണമെന്ന് കരുതുന്നുണ്ട്. ബാക്കി ഇവിടുന്ന് പവർ സേലുള്ള സെറ്റപ്പ് നോക്കട്ടെടാ. തപ്പി ടയറിനെ കട കിട്ടിട്ടോ. 2-3 കടയിൽ പോയി ഫിറ്റ് ചെയ്യാനൊരു മടി സാധനം. അപ്പോ ഈ കടയ്ക്ക് എത്തുമ്പോ കാക്ക പറഞ്ഞെന്ന് വെച്ചാല് ടയർ ഊരി തന്നാൽ ഫിറ്റ് ആയി തരാം. അതുപോലെ നമുക്ക് ഊരി സെറ്റാക്കാം. പായസം ഉണ്ടല്ലോ, ഊരി സെറ്റ്. ടയർ അയച്ചെടുത്താല് മാറ്റി തരാന്ന് കടക്കാർ പറഞ്ഞു. ടയർ അയച്ചു കൊടുക്കണേ. ഫിറ്റാക്കി തരും. നമ്മളെ ബ്രേക്ക് പാഡ് ഏകദേശം തീരുമാനമായി. ബ്രേക്ക് പാഡ് കട്ട കഴിഞ്ഞു. അപ്പോൾ പുതിയ ബ്രേക്ക് പാഡും ഉണ്ടെങ്കിൽ കഴിക്കുന്നത്. ടയർ സെറ്റായി മാറ്റിയാണ് പുതിയ ടയർ. ഫ്രണ്ട് ടയറും കഴിച്ചിട്ടോ. ഫ്രണ്ട് ടയറും കഴിച്ച് ഫ്രണ്ടും മാറ്റിട്ടുണ്ട്. നമ്മൾ സെറ്റായിട്ടോ. 2 ടയറും മാറ്റി കുട്ടപ്പനാക്കി. പഴയത് ഉള്ളിലുണ്ട്, എടുക്കണം. 2 ഓഫ് റോഡ് ടയർ കയറ്റിയിട്ടുണ്ടോ. ഇനി ഇവിടുന്ന് പോകണം. ആദ്യം വണ്ടി ഓട്ടോ ഒക്കെ ഇറങ്ങി. എന്നിട്ട് നമുക്ക് ലഗേജിൽ അവിടെ കിടക്കുന്ന ലഗേജ് കയറ്റാനുണ്ടെങ്കിൽ എത്ര ആയതാ? 200 രൂപ മൊത്തം 2 ടയറും നമ്മൾ അയച്ചെടുത്ത് അതിൽ ഫിക്സാക്കിയിട്ടുണ്ട്. ടയർ മാറ്റി ചെക്കിങ് കഴിഞ്ഞ് ടയർ പ്രഷറും കാര്യമൊക്കെ സെറ്റാക്കി. ഇനി ലഗേജ് കയറ്റണ്ടോ. നടക്കുന്ന ഒരു കുകാനും പറ്റില്ല. അപ്പോൾ എൺപത്തി ഓരോന്ന് കയറ്റോ. അപ്പോൾ അടുത്ത് ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ. സ്പീക്കർ ഹോട്ടലാണ്. നമ്മൾ ഇന്നലെ പോയ ഹോട്ടൽ നോക്കിയപ്പോൾ തുറന്നിട്ടില്ല. അപ്പം അങ്ങനെ ഫുഡ് സാധനത്തിട്ട് ഇന്ന് വെറൈറ്റി ഒരുപാട് മിക്സ് ആയിട്ട് കേട്ടാ. അവിടെ നിന്ന് ഇറങ്ങിയാണ് DHL സർവീസ് ഇറങ്ങിട്ടോ. DHL നമുക്ക് കുറച്ച് സാധനം കൊറിയർ അയക്കുന്നുണ്ട്. ഇവിടെ ചെക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ DHL ഉറപ്പിച്ചിട്ടോ. ചെറിയൊരു റൂമാണ്. DHL കൊറിയർ സർവീസിന്റെ അതൊരു പാർട്ട്ണർഷിപ്പിലാണ് നടത്തുന്നത്. 80 രൂപ കിലോന് പറഞ്ഞു. ഏകദേശം നമ്മൾ 10 കിലോന്റെ അടുത്ത് ഉണ്ടാവേണ്ടിയാണ് സാധനം. ലഗേജ് പാക്ക് ആക്കി വെക്കാം. നമ്മൾ പോയിട്ട് പാക്ക് ആക്കിയിട്ട് വരാം. അപ്പോൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ കൂട്ടാണ്. അങ്ങോട്ടോ പോകണ്ടോ? ഞാൻ താഴെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പോവാണ്. പോവാണ്. നല്ലൊരു പാട്ടൊക്കെ നിനക്ക് കേട്ടോ. ആയിക്കോട്ടെ, ഞങ്ങൾ പോരാം. ഇവിടുന്ന് കൊറിയർ അയക്കാനുണ്ട്. കുറച്ച് സാധനങ്ങൾ കൊറിയർ അയക്കാണ്ട് കൊറിയർ ഓഫീസിലാണ് നേരെ പോകണം. ഞങ്ങൾ DHLന്റെ പാർസൽ സർവീസ് വെച്ചിട്ടാ. ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊറിയർ ഇടും. കാരണം വണ്ടി ഓവർ വെയിറ്റ് ആണ് ഓൾറെഡി. പിന്നെ ലഗാക്കിന് അറിയാലോ, ഭയങ്കര റിസ്ക് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാർസലായിക്കൊണ്ട് സെറ്റ് എടുത്തേക്കൊണ്ടിരിക്കണം. പാക്കിങ് നടന്നുകൊണ്ട് അവിടെ സാധനങ്ങൾ ഓരോന്ന് പാക്ക് ചെയ്ത് പെറ്റിക്ക് കയറ്റിക്കൊണ്ട് കിടക്കുന്ന സാധനം കിട്ടും.
ഗൾഫിൽ നിന്ന് വരുന്ന മാതിരി വലിയൊരു പെട്ടിയൊക്കെ എടുത്തിന് ഈ സാധനങ്ങളുടെ പോട്ടെ ഇവിടുന്ന് നേരെ വാങ്ങുമ്പോൾ കാണിച്ചിട്ട് 18 किलो ये पेजेस वही है सही वाला 20 kg में जाएगा ലഗേജ് വന്നത് പറഞ്ഞാല് 19 കിലോ ആണോ 19 കിലോന് 80 രൂപ വെച്ച് തന്നെ 1520 റുപ്യയുടെ പേ ചെയ്ത് ഇത് DHL സബ് ആണ് തോന്നുന്നത് ഗ്ലോബൽ ഇന്റർനാഷണൽ കാണിക്കണേ അത് നമുക്ക് നോക്കാം 4 ദിവസം ഡെലിവറി ടൈം പറഞ്ഞു കേട്ടോ ഇപ്പൊ ലഗേജ് സെറ്റ് ആക്കിയപ്പോഴാണ് കണ്ടിട്ട് നമ്മളെ ഗ്ലാസിന്റെ തുഞ്ചം പൊട്ടീന് പിന്നെ ഇത് ആവശ്യമില്ലല്ലോ നമ്മൾ തട്ടാം നാട്ടിൽ നിന്ന് കൊടുന്ന ക്യാനില നാട്ടിൽ നിന്നല്ല 50 പ്രാവശ്യം ഫില്ലാക്കിയാണ് എണ്ണ ഇടക്ക് മാറ്റുന്നുണ്ടോ ഇങ്ങനെ വെറുതെ കറന്നതാവണോണ്ട് നേരത്തെ മറിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ലീക്കും ഒരു കഴിച്ചത് അടിച്ചോ നമ്മൾ തൽക്കാലം ഉള്ള എണ്ണ നമ്മള് ടാങ്കിക്ക് പോയിട്ട് നല്ല അടിപൊളി ഹൈവേ റോഡ് കിട്ടിട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് ലാസ്റ്റ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഒരു ധാബ സെറ്റ് ആക്കിയിട്ട് അവിടെ കിടന്നു അവിടെ സെറ്റ് ആക്കി സാധനം ആ റൊട്ടി ഡാലി അതേമാതിരി പുതിയൊരു സാധനം റെസിപ്പി ഓർഡർ ചെയ്യുന്നുണ്ട് റൊട്ടി അവിടെ കിടക്കും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുന്നിൽ കുറേ ദൂരമായിട്ട് ഇടിമിന്നൽ തുടങ്ങിയിട്ട് നല്ല ഇടിമിന്നുണ്ട് എവിടെയോ മഴ പെയ്യുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഇടിമിന്നൽ തോന്നിയത് പിന്നെ ഞങ്ങളങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ടോൾ ബൂത്ത് എത്തി ടോൾ ബൂത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയി ടോൾ ബൂത്തിന് നമുക്ക് ഇതിനൊന്നും ബൈക്കിന് ടോളില്ല നമുക്ക് ടോൾ ബൂത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി പോകാട്ടോ മുന്നിലേക്ക് ഇങ്ങനെ പോയപ്പോൾ കണ്ടതാണ് ഈ ഒരു ബസ് എന്ന് പറഞ്ഞാൽ മണാലിക്കുള്ള ബസ്സാട്ടോ ഡൽഹിയിൽ നിന്ന് മണാലിക്ക് നേരിട്ട് പോണ ബസ്സാണിത് അതെനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ബസ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാവരും ഡൽഹിക്ക് നേരിട്ട് ബസ് കിട്ടും എന്നുള്ളതൊക്കെ നേരത്തെ നമ്മളാ കണ്ട ഇടിമിന്നലൊക്കെ ഇത് അവിടെ പെയ്ത് ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ നല്ല വെള്ളം പൊങ്ങിക്കണോടൊക്കെ അങ്ങനെ അവിടുന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് ഓയോലാട്ടോ ഒന്ന് റൂം കിട്ടിയത് ഫായ്സിന്റെ വണ്ടി ഇടാളതിൻ്റെ തൊട്ടൊരു 3 കിലോമീറ്റർ ചുറ്റോടെ നമുക്ക് റൂം കിട്ടി ഏതായാലും ഗുഡ് നൈറ്റ്